ബേജാറാവണ്ട. ഈ പിണറായി വിജയനും പൊന്നു മോളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അഴിമതിക്കാരുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. അരവിന്ദ് കെജ്രിവാൾ ശരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പെർഫോമൻസ് ഒക്കെ അണ്ണാ ഹസാരയിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടം ഇന്ത്യയിലെ ജനങ്ങൾ, യുവാക്കൾ അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട്. പക്ഷേ അധികാര കസേരയിൽ ഇരുന്നപ്പോ അയാളാണ് മാറി. തൊഴിലാളികളുടെ പാർട്ടിയുടെ നേതാവാണ് പിണറായി വിജയൻ. അധികാര കസേര കിട്ടിയപ്പോൾ പിണറായി വിജയന്റെ എല്ലാ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും കൈമോശം വന്നതുപോലെ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ്. എന്താണ് ആ അഴിമതിയുടെ ഒരു പുട്ടൻ സിംഗ് മനസ്സിലായിട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിജീവിയായി. പിണറായിനേക്കാളും ഈ മദ്യത്തിൽ നിന്ന് കാശുണ്ടാക്കാൻ, ബാറ് തുടങ്ങിയാൽ എങ്ങനെ കാശുണ്ടാക്കാം, മദ്യം എങ്ങനെ കൂടുതൽ വിറ്റഴിക്കാം എന്നൊക്കെ ഗവേഷണം നടത്തുന്ന പിണറായി വിജയൻ. ലോട്ടറി അതുപോലെ തന്നെ മദ്യമൊക്കെയാണ് പിണറായി വിജയന്റെ കച്ചവടം. വരുമാനം മാത്രമാണ്. നിങ്ങളറിയോ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പുതിയ മദ്യനയം വരുന്നതിന് മുമ്പ് 34 ദിവസം വർഷത്തിൽ മദ്യഷാപ്പുകൾക്ക് അവധിയായിരുന്നു. ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? അത് ഒരു ദിവസമായി ചുരുക്കി 1 ദിവസം മാത്രം മദ്യഷാപ്പിന് അവധി. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിയോട് വലിയ ബഹുമാനം ഉള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് എനിക്ക് പറയാൻ. അവിടെ 18 വയസ്സുള്ള കുട്ടികൾക്ക് വരെ മദ്യം വാങ്ങാൻ പറ്റും. 11 മണിക്ക് മദ്യഷാപ്പ് കൂട്ടിയിരുന്നു ഡൽഹിയിൽ. അത് രാത്രി 3 മണി വരെയാക്കി. ഡൽഹിയിൽ മദ്യപ്പുഴ ഒഴുക്കാൻ തീരുമാനിച്ച ഏറ്റവും വലിയ ജനവിരുദ്ധനാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്താക്കി അവിടെ തിഹാർ ജയിലിലേക്ക് പോയപ്പോ എന്താ സ്ഥിതിന്നറിയോ? അവിടെ നമ്മുടെ മലപ്പുറത്തെ കുറെ നല്ല കുണ്ടൻ ചക്കന്മാരുണ്ട്, നമ്മുടെ PFIക്കാർ. ആ PFIക്കാരെ കണ്ടപ്പോ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ തൊഴുതു നിന്നപ്പോ അവര് പറഞ്ഞു അസ്സലാമു അലൈക്കും. പോപ്പുലർ ഫ്രണ്ടുകാർ, രാജ്യദ്രോഹികൾ, അഴിമതിക്കാർ, അവരെല്ലാം അകത്തിടാൻ പറ്റുന്ന ഒരു ആണർക്കൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങൾക്ക് നിവേദിച്ച് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ BJPയുടെ രൂപവും മാറുകയാണ്. ശ്രീനഗറിനെപ്പോലുള്ള മഹാപ്രതിഭകൾ നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പത്തിനൊപ്പം നമുക്ക് കരുത്തും ആവേശവും കണ്ടെത്തുക. കേരളം മാറുകയാണ്, കേരളം മുന്നേറുകയാണ്. പൊന്നാനിക്കാരോട് ഞാൻ പറയട്ടെ, ഇപ്രാവശ്യം BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നല്ലേ നിങ്ങൾ പറയുന്നതല്ല. നരേന്ദ്രമോദിജി 2 തവണ ഇവിടെ വന്നപ്പോഴും പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ 2 ഡിജിറ്റ് വിജയം ഇവിടെ ഉണ്ടാക്കുമെന്നാണ്. നമ്മൾ അക്കൗണ്ട് തുറക്കുക 1-2 സീറ്റായിട്ടില്ല, വലിയ തോതിൽ വിജയിക്കുമെന്നാണ് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ജൂൺ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഒരു 9:45 ആകുമ്പോഴേക്ക് നമ്മൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും. ഒരു 10 ആകുമ്പോഴേക്ക് നമ്മുടെ സുരേഷ് ഗോപി ജയിക്കും. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്തുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറും. അത്രമാത്രം ജനങ്ങളുടെ വികാരമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 2019 ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ചെറിയ സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. അത്രയും വോട്ടെണ്ണുമ്പോൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലയിൽ ആദ്യം റിസൾട്ട് വന്നത് പോസ്റ്റൽ വോട്ടിന്റെ റിസൾട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ പഴയ പത്രങ്ങൾ തപ്പി നോക്കണം. റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? താമര അടയാളം ജയിച്ചു. ആരുതാണ് പോസ്റ്റൽ വോട്ട്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട്. തിരുവനന്തപുരത്ത് നമ്മൾ ജയിച്ചു, പത്തനംതിട്ടയിൽ ജയിച്ചു. എന്താണ് അതിൽ നാം മനസ്സിലാക്കേണ്ടത്? തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും വലിയ വിദ്യാസമ്പന്നരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മഹാഭൂരിപക്ഷവും വോട്ട് ചെയ്തത് താമര അടയാളത്തിലാണ്. ഇപ്പോൾ കേരളം കുറെ കൂടി മുന്നോട്ട് പോയി. നമ്മുടെ ഭാരതപ്പുഴയിലൂടെ കുറെ വെള്ളം ഒഴുകിപ്പോയി. നിങ്ങളറിയ, അടുത്ത കാലത്ത് കേരളത്തിലെ കോഫി ഹൗസ് എന്ന് പറയുന്നൊരു വലിയ പ്രസ്ഥാനമുണ്ട്. AKG ഉണ്ടാക്കിയതാണ്. ആ പ്രസ്ഥാനത്തിൽ ഈ അടുത്ത
കാലത്ത് തൊഴിലാളികൾക്കിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആരാ ജയിച്ചെന്നറിയോ? BMS അഫിലിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ് ജയിച്ചത്. എവിടെ? പാവപ്പെട്ട കോഫിയ തൊഴിലാളികൾ, അവിടുത്തെ ഏറ്റവും അടിസ്ഥാന വർഗം ആരുടെ കൂടെയാണ് നിങ്ങൾ ചിന്തിക്കണം? ഈ ദേശീയ പ്രസ്ഥാനത്തിനൊപ്പമാണ്. അവിടെ നിൽക്കുന്നില്ല. KSRTCയിൽ, അതുപോലെ തന്നെ KSEBയിൽ, എല്ലാ സ്ഥലത്തും ഈ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ മുന്നേറ്റം നിശബ്ദമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ മുന്നേറ്റം ഈ കേരളത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി വളരെ ആവേശത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, ഇവിടെ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഇതാ CIA വന്നിരിക്കുന്നു, മുസ്ലിങ്ങൾക്ക് ഇനി പൗരത്വം ഉണ്ടാവില്ല, അവരെ പൗരത്വം തെളിയിക്കണം. പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പൊന്നാനി മണ്ഡലത്തിൽ വെച്ച് പറയാനുള്ളത്, ഇന്ത്യയിൽ ജീവിക്കുന്ന 18 കോടി മുസ്ലിങ്ങളിൽ ആരുടെയെങ്കിലും ഒരാളുടെ പൗരത്വത്തിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി പൊരുതാൻ ഞങ്ങളുണ്ടാവും, ഈ BJP ഉണ്ടാവും. ഇവിടെ നുണപ്രചരണമാണ്. CIA ബില്ലായിക്കൊണ്ട് പാർലമെന്റിൽ 4 വർഷം മുമ്പ് വന്നപ്പോൾ ഇവിടെ എന്താ ഈ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും പ്രസംഗിച്ചത്? മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നു. എടോ, ആരെങ്കിലും പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ടോ? ഇതുപോലെ പച്ചക്കള്ളമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് പിണറായി വിജയൻ ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലെടുപ്പിക്കാൻ, ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം നടത്തിയിരിക്കുന്നു. നമ്മുടെ സുരേന്ദ്രൻ ഉൾപ്പെടെ, KK സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ഇലക്ഷൻ കമ്മീഷൻ സമീപിച്ചിരിക്കുകയാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മുടെ തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി സുനിലിന് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഒരു പ്രവർത്തനം നടത്തി മാപ്പ് പറയേണ്ടി വന്നതുപോലെ ഈ പിണറായി വിജയനെ കൊണ്ട് ഈ വിഷയത്തിൽ മാപ്പ് പറയിപ്പിക്കും. പിണറായി വിജയൻ ഭരണഘടനാ ലംഘനമാണ് നടത്തിയിട്ടുള്ള സുരേന്ദ്രൻ ഇവിടെ പരാതി കൊടുത്തതുപോലെ. അപ്പൊ ഇവർക്ക് ഭരണഘടനയോട് ബഹുമാനമില്ല. ഗാന്ധി ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവർക്ക് ഇന്ത്യൻ ഭരണഘടനയല്ല, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണ് ഇവർക്ക് വിശ്വാസം. ഇവർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു വിശ്വാസമില്ല. എന്നിട്ട് ഭരണഘടനയെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയണം ഭരണഘടന സ്നേഹിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ആദ്യം പാർലമെന്റ് മെമ്പറായി വന്ന് പാർലമെന്റിലേക്ക് കടക്കുമ്പോൾ പാർലമെന്റിന്റെ ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന്റെ പടിയിൽ അദ്ദേഹം നെറ്റിത്തടം അർപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു രംഗം നമ്മുടെ മനസ്സിലുണ്ട്. ജനാധിപത്യത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന. രണ്ടാമത് പ്രധാനമന്ത്രിയായപ്പോൾ ഭരണഘടനക്ക് ചക്കര മുത്തം കൊടുത്തിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത്. അതാണ് നരേന്ദ്രമോദിയുടെ ഭരണഘടന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ, ഈ കൺവെൻഷനിൽ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകരോട്, ബന്ധുക്കളോട്, NDAയുടെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം നമ്മുടെ എതിരാളികൾക്ക് പോലുമില്ല. അതിനൊപ്പം പൊന്നാനിയിൽ നമുക്ക് വലിയ മുന്നേറ്റം നടത്തണം. ഈ പൊതുയോഗത്തിൽ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ആളുകളെയും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉച്ചസ്ഥലം പറയട്ടെ, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടരുടെ വോട്ട് വേണ്ട. ഇവിടുത്തെ സുഡാപ്പികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട 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 എന്ന് ഉച്ചസ്ഥലം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അരിയും മലരും വാങ്ങിക്കോ, നിങ്ങളുടെ കാലം വരുന്നുണ്ട് എന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മുഖത്ത് നോക്കി മുദ്രാവാക്യം വിളിച്ച ഒരു രാഷ്ട്രീയത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് സുഡാപ്പികൾ. ആ സുഡാപ്പികൾക്കൊപ്പം ഇഫ്താർ പാർട്ടിയിൽ ഇരുന്ന് നന്നായി ഭക്ഷണം കഴിക്കുന്ന LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും ഈ കുഞ്ഞു കണ്ടുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട്ട് കണ്ടു. ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തിലെ ഏറ്റവും ശരിയായ മതേതരവാദികൾ, ഏറ്റവും തിരിച്ചറിവുണ്ടാക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സുഡാപ്പികൾ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ പറയാൻ
മിസ്റ്റർ പിണറായി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കോൺഗ്രസ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ ഒരു സൂപ്പർ പവറാക്കി മാറ്റാൻ, ഈ രാജ്യത്തെ സാധാരണക്കാരനെ ഉയർത്തിക്കൊണ്ടുവരാൻ നരേന്ദ്രമോദി 10 വർഷം കൊണ്ട് 25 കോടി പാവങ്ങളെ അദ്ദേഹം ദാരിദ്ര്യത്തിലേക്ക് മുകളിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് നരേന്ദ്രമോദിയുടെ ഭരണം. ഇവിടെ ഇവര് പറയാണ് മുസ്ലിങ്ങൾ BJP-ക്കെതിരാണ്. എടോ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ UP-യിലേക്ക് വരൂ. കോൺഗ്രസിന്റെയും സമാജ്വാദിയുടെയും ഭരണത്തിൽ ഒരു താരത്തലോട് അവസാനിക്കുന്നിടയ്ക്കാണ് മുസ്ലിങ്ങളുടെ കോളനി തുടങ്ങുക. ഒരു കുടിവെള്ള പദ്ധതി ലൈൻ അവസാനിക്കുന്നിടത്താണ് മുസ്ലിങ്ങളുടെ കോളനി തുടങ്ങുക. അതിനൊരു മാറ്റം വന്നത് മോദി വന്നതിന് ശേഷമാണ്, യോഗി വന്നതിന് ശേഷമാണ്. ഞങ്ങളുടെ മുദ്രാവാക്യം സർക്കാർ ആ മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കി ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഒരു ചടൽ പൂക്കളെ പോലെ കാണുന്ന യഥാർത്ഥ മതേതരവാദികൾ ഒരുപക്ഷെ ലോകത്തിൽ മുസ്ലിങ്ങൾക്ക് ഇതുപോലെ മതസ്വാതന്ത്ര്യമുള്ള മറ്റൊരു രാജ്യമില്ല. അത് നരേന്ദ്രമോദിയുടെ സനാതന ധർമ്മത്തിന്റെ ഈ ഭാരതത്തിലാണ് എന്ന് ഒരു വിശ്വാസിയായ എന്ന നിലയിൽ ഉച്ചൈസ്തരാഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രസ്ഥാനത്തെ കുറിച്ചാണ് നിങ്ങൾ നുണപ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് ഈ നാടിനെ രക്ഷിക്കാൻ കേരള രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ തലക്കുറിപ്പിരുത്തി കുറിക്കാൻ വേണ്ടി നമുക്ക് പ്രിയപ്പെട്ട നിവേദിതയെ വളരെ സൗമ്യമായി പെരുമാറുന്ന, വളരെ മാന്യമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, ഒരുപക്ഷെ നിവേദിത ഉൾപ്പെടെയുള്ളത് സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ നിങ്ങൾ കാണാൻ സാധിക്കും. അതിൽ 4 സ്ത്രീകളുണ്ട്. കാസർഗോഡ് അശ്വിനി മുതൽ നിവേദിത, ഇപ്പോൾ പ്രൊഫസർ സരസ് ഉൾപ്പെടെ 4 സ്ഥാനാർത്ഥികൾ, 5 സ്ഥാനാർത്ഥികൾ നമുക്ക് സ്ത്രീകൾ സ്ഥാനാർത്ഥികളായി. എന്നാൽ നിങ്ങൾ VDK ഉൾപ്പെടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് സ്ത്രീ സംവരണത്തിന് വേണ്ടി. നോമ്പെടുത്ത ആളാണ് സോണിയാഗാന്ധി. എന്നിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു സ്ത്രീയാണ് നിങ്ങളാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും, പ്രതിഷേധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മഹത്തായ പോരാട്ടത്തിൽ നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, കഴിഞ്ഞ നാഷണൽ കൺവെൻഷനിൽ നരേന്ദ്രമോദി ഞങ്ങളോട് പറഞ്ഞത് ഓരോ ബൂത്തിൽ നിന്നും ഒരു 370 വോട്ട് കൂടുതൽ വാങ്ങിക്കണമെന്നാണ്. എല്ലാവരും ബൂത്തിലേക്ക് പോകണം. നിങ്ങൾ ബൂത്തിൽ ചെന്ന് നരേന്ദ്രമോദിയുടെ സമ്മാൻ പദ്ധതി കിട്ടിയവർ, നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ആനുകൂല്യം കിട്ടാത്ത ഒരാളുമില്ല. പ്രിയപ്പെട്ടവരെ, കൊറോണ എന്ന മഹാമാരിക്ക് മുമ്പിൽ നാം പിടിച്ചിരുന്നത് വാക്സിൻ കണ്ടുപിടിച്ചപ്പെട്ടതുകൊണ്ടാണ്. ആ വാക്സിന് ചൈനയിൽ ഒരാൾക്ക് ഒരു വാക്സിൻ എടുക്കാൻ 2000 രൂപ വേണം. അമേരിക്കയിൽ 1500 രൂപ വേണമായിരുന്നു. പക്ഷേ ഇവിടുത്തെ 140 കോടി ആളുകൾക്കും 2 ഡോസ് സൗജന്യമായി, അതെ, നരേന്ദ്രമോദിയുടെ സേവാ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടാത്ത ആരും നാട്ടിലില്ല. ആ ആനുകൂല്യം കിട്ടിയ വീടുകളിലേക്ക് ചെന്ന് നമ്മുടെ നിവേദിക്ക് വേണ്ടി നിങ്ങൾ വീടാന്തരം കയറി നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അവർ അറിയിക്കുകയാണെങ്കിൽ, അവരെ സമീപിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു CPM-ന്റെ ജാഥയെ പോകുന്നവർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ താമരക്ക് കുത്തും. കേരള രാഷ്ട്രീയം മാറുകയാണ്, കേരള രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, നിങ്ങൾ ശ്രീരാമചന്ദ്രനെ അപമാനിച്ചവരാണ്. നിങ്ങളെ ഈ നാട്ടിലെ നല്ല എല്ലാ സന്ധ്യാ നേരത്തും വീടുകളിൽ വിളക്ക് വെച്ച് രാമരാമ മന്ത്രങ്ങൾ ഉരുവിടുന്ന രാമഭക്തന്മാർ നിങ്ങളോട് പൊറുക്കില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ജാതകം തിരുത്തിക്കൊടുക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനുവേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് നമുക്ക് മാർച്ച് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ നിവേദിതയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്, ബോലോ ഭാരത് മാതാ കി.
കൃഷ്ണകുമാരേട്ടൻ പറയുന്നത് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും കാണുന്ന വ്യക്തിയല്ല. എല്ലാ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാത്തിലും ഇടപെട്ടിട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ്. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല ആളാണ്. അപ്പം അവർ ജയിച്ചു വരണം. എന്ത് കാര്യത്തിൽ പോയാലും വേഗം എന്തെങ്കിലും ചെയ്യാനും വ്യക്തിക്കാരൊക്കെ അയാൾ എടുത്തു ചാടി. ഇവിടെ ഈ നാട്ടുകാരെ എല്ലാ കാര്യത്തിനും പുള്ളി ഇവിടെ വന്ന് എല്ലാ വീടുകളിലും കയറി എല്ലാം മരിച്ചാലും കല്യാണം ആയാലും എന്തായാലും ഒരു നല്ല ഇതിന് വരും ഇവിടെ. കാര്യങ്ങളൊക്കെ പറഞ്ഞു വേഗം എല്ലാം റെഡിയാക്കി തരും. എല്ലാ കാര്യവും ആള് മുൻപന്തിയിലാണ്. നല്ല അഭിപ്രായമാണ്. മൂപ്പര് ഏത് സമയത്തും ആരുമായിട്ട് പോയാലും നല്ലൊരു എങ്കിലും ചെയ്യുന്ന ആളാണ്. മൂപ്പരെ പോലെ ആൾക്കാർ വന്നാലേ നമുക്കൊക്കെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. നല്ല സ്നേഹമുള്ളതാണ്. ആ പുള്ളി വരണം, തീർച്ചയായും വന്നിരിക്കും. പാലക്കാട്ടിലെ பொதுவாக எஜுகேஷன் சிஸ்டம் அவ்வளோக்கா நமக்கு சப்போர்ட் கிடைக்கிறது இல்லை. அப்போ கிருஷ்ணகுமார் மாதிரி எம்பி சார் நமக்கு பாலக்காட்டில் கிடைச்சதுன்னா இப்போ இருக்கிற யங்ஸ்டர்ஸுக்கு கண்டிப்பாக ஒரு ஹெல்ப்ஃபுல்லாக இருக்கும். அப்போ கண்டிப்பாக பாലക്കാட்டுக்கு എംപി കൃഷ്ണകുമാർ സാർ കണ്ടിപ്പാ പറഞ്ഞു. ഇതുവരെ എല്ലാം നല്ല അഭിപ്രായം തന്നെ കേട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണകുമാർ നല്ല കാൻഡിഡേറ്റാണ്. നല്ല ഒരാളാണ്. നല്ല പ്രവർത്തകനാണ്. ജനങ്ങൾക്ക് പൊതുസേവനം കൂടുതലുള്ള ആളാണ്. എപ്പോൾ പോയാലും കാണാം, എപ്പോൾ പോയി സംസാരിക്കാം, സാധാരണക്കാർക്ക് സംസാരിക്കാം. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ പോയാലും എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു തരും. നമ്മുടെ ഇവിടെ ധോണിയിൽ മറ്റേ PT7 ഒരു പ്രക്ഷോഭ പരിപാടിയിലൊക്കെ പുള്ളി അത്രയും നിറഞ്ഞു നിന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാരണി പാലും ഇല്ലേ നമ്മുടെ ഇവിടെ, അവിടെയൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിന് അത് പുതിയൊരു പാലം വേണമെന്നും പറഞ്ഞിട്ട്, അതേപോലെ തന്നെ മറ്റേ മലമ്പുഴ ഡാമിന്റെ ബാക്കിൽ ഒരു പാലം ഇപ്പോഴും പണി കഴിയാണ്ട് നിൽക്കുക. അപ്പൊ അതിലൊക്കെ പുള്ളിയുടെ നല്ലൊരു ഇടപെടല് നമ്മളതിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഒരു MP യുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അർഹതയുള്ള ഒരു NDA സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ.